1201 മലയാളം ആണ്ട് കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസക്കാലയളവിലെ ഫലങ്ങളാണ്. രോഗങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കും. എന്തെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്ന മകയിര നക്ഷത്രക്കാർക്ക് ആ രോഗങ്ങളിൽ നിന്നെല്ലാം അവർക്ക് മുക്തി ലഭിക്കും. ദുഃഖങ്ങൾ ഏറെക്കുറെ അകന്നു പോവുകയും ചെയ്യും. ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് തൽക്കാലത്തേക്ക് അവർ നിർത്തിവെക്കും. ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജോലിക്ക് വേണ്ടി, അതായത് സർക്കാർ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് നിയമനം ഉത്തരവ് ലഭിക്കുന്നതാണ്. അതുപോലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കും അതുപോലെ തന്നെയാണ്. സ്വന്തമായി സ്ഥലം വാങ്ങാനും അവിടെ ഒരു വീട് പണി തുടങ്ങുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസമാണ്. കുടുംബത്തിലെ പല വഴക്കുകളും ഉള്ളതിനെല്ലാം ഇല്ലാതെയായി അതിന് ശാന്തി ലഭിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാനും അടുത്ത മാസത്തിൽ വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കേണ്ട സാധ്യതയും കാണുന്നുണ്ട്. പല സുഖവാസ കേന്ദ്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശിക്കുന്നതിനും അതുവഴി മാനസിക ഉല്ലാസം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. തീപ്പൊള്ളൽ, വൈദ്യുതി ഷോക്ക് എന്നിവയിൽ നിന്നും അത്ഭുതകരമായി ഭാഗ്യം കൊണ്ട് രക്ഷ നേടിയെന്ന് വരാം. സാധാരണക്കാർക്കും ഏറെക്കുറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ഗുണകരമായ പലതും ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മിഥുനം രാശിക്കാരായ മകയിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള മോശഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നു. ഇടവൻ രാശിക്കാരായ മകയിര നക്ഷത്രക്കാർക്ക് ശനിയുടെ ഉപദ്രവം ഉണ്ടായിരിക്കുന്നതല്ല, ഗുണകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവം രാശിക്കാർക്ക് ബന്ധുക്കളുടെ സഹായം കുറയുന്നു. മിഥുനം രാശിക്കാർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയുന്നു. ചില മകയിര നക്ഷത്രക്കാർക്ക് അധികാര സ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന സഹായം കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികളായ മകയിരം നക്ഷത്രക്കാർക്ക് വിദ്യാതടസ്സം കാണുന്നു, ശ്രദ്ധിക്കുക. ഫീസ് സമയത്തിന് കെട്ടുക. സെമസ്റ്റർ പരീക്ഷകൾ ഉള്ളവർ അത് പൂർത്തിയാക്കാനുള്ള നടപടിക്ക് വേണ്ടി ശ്രമിക്കുക. മോശം സ്വഭാവമുള്ളവരുമായി ചങ്ങാത്തം കൂട്ടരുത്. അപവാദങ്ങളും ചീത്തപ്പേരും ലഭ്യമാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ദശാസന്ധിയും അപകാര ദശയും കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധ്യമാകൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശഗ്രഹങ്ങളുടെ ആണെങ്കിൽ മോശഫലങ്ങളും ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നു. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ ഗ്രഹപർച്ചയോ ആണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണ്ടുന്ന പൂജകൾ ചെയ്യാവുന്നതാണ്. നിങ്ങളെ കഴിയുന്ന പൂജകൾ ചെയ്യുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ വീട്ടിലോ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതിയാകും. കഴിയുന്ന പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല മനസ്സോടെ. ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരാനിരിക്കുന്ന നന്മതിന്മകളെയാണ്. അതായത് ത്രികാലങ്ങളിൽ വരാനിരിക്കുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളുമാണ് ഈ കാണിക്കുന്നത്. ഇനി വരുന്ന കാലങ്ങളിൽ മോശമാണെന്നിരിക്കട്ടെ, അതിനുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ ജാതക പരിശോധന നടത്താൻ പറയുന്നത്. കഴിയുന്നതും പാവങ്ങളെ വേണ്ടുന്ന രീതിയിൽ ദാനധർമ്മങ്ങളാൽ അവരെ സഹായിക്കുക. ജാതകദോഷങ്ങൾ മാറിക്കിട്ടും. സഹായിക്കുന്നത് അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കണം നിങ്ങൾ ദാനം ചെയ്യേണ്ടത്. അവശരെ ഒരിക്കലും പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അവരുടെ പാവങ്ങൾ കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ എല്ലാവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്സായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.